പ്രിയപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മുതലാളിത്ത ആധുനികതയുടെ ഫലങ്ങളിലൊന്ന് അത് തൊഴിലിനെ പാരമ്പര്യമുക്തമാക്കുകയും കുലത്തൊഴിൽ എന്ന സങ്കല്പത്തെ തകർക്കുകയും ചെയ്തു എന്നതാണ്. യന്ത്രവൽക്കരണം തൊഴിലാളിയുടെ വ്യക്തിനിഷ്ഠമായ വൈദഗ്ധ്യത്തെ നിരാസ്പദമാക്കി. ഒരു വശത്ത് അത് അധ്വാനത്തെ സ്വതന്ത്രമാക്കുകയും മറുവശത്ത് അതിൻ്റെ സുരക്ഷിതത്വത്തെ അനിശ്ചിതമാക്കുകയും ചെയ്തു. ഒരാൾക്ക് ഒരേ ജോലിയിൽ തുടർച്ചയായി നിലനിൽക്കാനുള്ള സാധ്യത ഇന്ന് പരിമിതമായതുകൊണ്ട് തന്നെ നിലനിൽപ്പിനും അതിജീവനത്തിനുമായി നിരവധി തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കാൻ തൊഴിലാളി നിർബന്ധിതനായി തീരുകയും ചെയ്യുന്നു. വിപണിയുടെ ഈ അരക്ഷിതത്വം മാത്രമല്ല കുന്നംകുളം നഗരപ്രാന്തങ്ങളിലെ മങ്ങാട്ട് അനീഷ് ശ്രീധരനെ ഏകകാലത്ത് ഒട്ടേറെ തൊഴിലുകളുടെ പ്രഭുവാക്കുന്നത്. താല്പര്യങ്ങളുടെ വൈവിധ്യവും ദൃഢേച്ഛയും ഉയർന്ന ലക്ഷ്യസങ്കല്പങ്ങളും ഊർജ്ജസ്വലമായ ശുഭാപ്തിയും ഏത് തൊഴിലിലും പൂർണ്ണത്വാകാംക്ഷയോടെ മുഴുകാൻ അനീഷിനെ പ്രാപ്തനാക്കുന്നു. തട്ടുകടയും തെങ്ങുകയറ്റവും പത്രവിതരണവും ഡ്രൈവിംഗും മത്സ്യവിൽപ്പനയും സംഗീതവും ഒരേ ആഹ്ലാദ പ്രഹർഷത്തോടെ നിർവഹിക്കുന്ന അനീഷ് ശ്രീധരൻ വേറിട്ട കാഴ്ചകളുടെ അധ്യായത്തിൽ അധ്വാനം സർഗാത്മകമായി തീരുന്ന സ്വന്തം തൊഴിലനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നു. കുന്നംകുളം റോയൽ ആശുപത്രിക്ക് സമീപം എല്ലാ വൈകുന്നേരങ്ങളിലും തന്റെ തട്ടുകടയിൽ അനീഷ് പൊരിച്ചെടുക്കുന്ന സവിശേഷ രുചിയുള്ള എണ്ണ പലഹാരങ്ങൾ തേടി ഒട്ടേറെ പേർ അവിടെ എത്തിച്ചേരുന്നു. ഇവിടെ 10-12-15 തരോളം ബജ്ജി ഉണ്ടാവും. മുളക് ബജ്ജി, മുട്ട ബജ്ജി, കായ ബജ്ജി, ഉരുളക്കിഴങ്ങ് ബജ്ജി, സബോള ബജ്ജി, അതുപോലെ മല്ലിയില ബജ്ജി, പിന്നെ ഒരു 2-3 തരം പുതിയ ബജ്ജികൾ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ കപ്പലണ്ടി കൊണ്ട്, അതുപോലെ കശുവണ്ടി കൊണ്ട്, പിന്നെ കടല, വേവിച്ച കടല കൊണ്ട്. വൈകിട്ട് ഒരു 9 മണി വരെ, ഒരു 5 മണിയാകുമ്പോൾ എത്തും. വീട്ടിലെ അമ്മയാണ് സഹായിക്കല്. വൈഫ് പ്രസവിച്ചെടുക്കുന്ന കാരണം അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അമ്മ തന്നെയാണ് പൂർണ്ണമായിട്ടും സഹായിക്കുക. നല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഒരുകൂടി നല്ലതാണ് നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്നിട്ട് അധ്വാനിക്കാം, എറളിച്ച് ചെയ്യാം. മുളക് ബജ്ജി കഴിഞ്ഞിട്ടാ വരണം. പകലെനിക്ക് തെങ്ങ് കയറ്റം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി ഓടിക്കും. പിന്നെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വെൽനെസ് പ്രോഡക്റ്റുകളാണത്. കാലത്ത് 6:30 പറമ്പിലെത്തും. പുള്ളി കഴിഞ്ഞ് പക്ഷേ 6:30 പറമ്പിലെത്തി കഴിഞ്ഞാൽ ഒരു 9-10 മണി വരെ, 11 മണി വരെ, വെയിൽ നല്ല ആവുകയുള്ളൂ. ഒരു 10 മണി വരെയൊക്കെ നമ്മൾ തെങ്ങേറ്റായിരിക്കും. വെയിൽ നല്ല ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് ഫ്രഷായി ഒരു 1 മണി 2 മണി വരെ നമ്മളല്ലേ, അത് ആയുർവേദ പ്രോഡക്ട്സുകളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ആ ആയുർവേദ പ്രോഡക്ട്സുകളാണ് ഫീൽഡിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫീൽഡ് വർക്കാണ്, പക്ക ഫീൽഡ് വർക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം 2 മണിയോട് കൂടി ഏകദേശം വീട്ടിലെത്തും. 2 മണി 2:30 കൂടി വീട്ടിലെത്തും. ബാക്കി വന്ന് അപ്പോൾ അമ്മ ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടാവും. ഗ്രൈൻഡറിലും മിക്സിയിലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടാവും. മുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ വന്ന് ആ മിക്സിങ്, അരച്ചയിലെ മസാല മിക്സിങ് ഉണ്ടല്ലോ, അതെല്ലാം ചെയ്യും. പിന്നെ ബോണ്ടയ്ക്ക് മസാലയൊക്കെ വഴറ്റണം. സബോളയും ഇതൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല വഴറ്റണം. അതും പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യാം. മസാല മിക്സിങ്ങും ഞാൻ ചെയ്യാം. ബാക്കിയെല്ലാം എൻ്റെ അമ്മ പൂർണ്ണമായിട്ട് സഹായിക്കും. അനീഷിൻ്റെ ഈ തട്ടുകടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടങ്ങിയ കാലം മുതൽ നമ്മളവിടുന്ന് പലതും മേടിച്ച് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നു, കഴിക്കണു. വളരെ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കി തരുന്നു, വൃത്തിയോടുകൂടി തരുന്നു. ടേസ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എടുത്തു പറയേണ്ട ഒന്നാണ്. നമുക്കൊരു ദിവസം അവിടെ പോയി കഴിച്ചാൽ വീണ്ടും അവിടെ ചെല്ലാൻ തോന്നുന്ന പോലുള്ള പെരുമാറ്റം. അത് മാത്രമല്ല, എനിക്ക് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ പല ചെറുപ്പക്കാരും ജോലിയിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇദ്ദേഹം രാവിലെ തെങ്ങ് കയറാൻ പോകുന്നു, അത് കഴിഞ്ഞ് വന്ന് ബജി ഉണ്ടാക്കി തരുന്നു, ഫ്രീ സമയങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാർക്കൊരു മാതൃകയാണ് അദ്ദേഹം. ഇതുവരെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വയറിനോ അങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് മുൻപ് അനീഷ് നാട്ടിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായി പ്രത്യക്ഷപ്പെടുന്നു. തെങ്ങുകയറ്റം ഇദ്ദേഹത്തിന് പാരമ്പര്യ തൊഴിലല്ല, യാദൃച്ഛികമായി പഠിച്ചെടുത്തതാണ്. യന്ത്രസഹായത്തോടെ 3 മണിക്കൂറിനുള്ളിൽ 45ഓളം തെങ്ങുകൾ കയറുന്നു അനീഷ്. മരം കയറുന്നതിൽ ജന്മനാ പേടിയുള്ളവനാണ് താനെന്ന് വെളിപ്പെടുത്തുന്ന അനീഷ് പക്ഷേ ഏതുയരവും തനിക്ക് അപ്രാപ്യമല്ലെന്ന് സ്വയം തെളിയിക്കുന്നു. പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ 5 വർഷത്തോളമായി. പക്ഷെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. പുതിയ ജനറേഷൻ വരും തലമുറ ഈ ഫീൽഡിനെ വളരെ ഭയത്തോടു കൂടിയാണ്.
എന്നാൽ പുതിയ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് ഒരുപാട് കടന്നു വരേണ്ടതാണ്. ഒരുപാട് ആളുകൾക്ക് തേങ്ങ കയറാൻ ആളെ കിട്ടാതെയും തലയ്ക്ക് കണ്ടിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10, 50, 45, 50, 60 വയസ്സായിട്ടുള്ള ആളുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തെങ്ങ് കയറാൻ ആളെ കിട്ടാത്തൊരു കാലത്തേക്ക് വരുന്നു. എൻ്റെ മേമയുടെ മോൻ വഴിയാണ് ഇത് ഞാൻ കാണുന്നത്. ഈ മിഷ്യൻ മേമയുടെ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് അവൻ കള്ളിയത്താണ്. മേമയുടെ മോന് കള്ളിയത്താണ്. അപ്പോൾ കള്ളിയത്തിന് ഒരു പറമ്പിൽ പോയ സമയത്ത്, പുലർച്ചയ്ക്ക് പോയ സമയത്ത് തൊട്ട പറമ്പിൽ ഒരാൾ മെഷീൻ വെച്ച് കയറുന്നു. യഥാർത്ഥത്തിൽ ആ ആളാണ് എനിക്ക് സത്യത്തിൽ ആളെ മെഷീൻ്റെ മുകളിൽ വെച്ച് ഫസ്റ്റ് ജീവിതത്തിൽ മരം കയറാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. മരം കയറാൻ അറിയില്ല, ഭയങ്കര പേടിയാണ്. നീന്തൽ ഇപ്പോഴും അറിയില്ല. എനിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നീന്തൽ. ബാക്കി ഒരുവിധം എല്ലാ മേഖലയിലും ഡ്രൈവിങ്ങും കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. അനീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ശിഷ്യനെ കിട്ടി. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു തെങ്ങ് കയറുകയാണെങ്കിലും കൂടിയിട്ട് അത് വൃത്തിയാക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും. പിന്നെ ആർക്കെങ്കിലും കുട്ടിക്ക് വയ്യ ഒരാളെന്നേരിടണമെന്ന് പറഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞാൽ അവിടെ ആ കാര്യം സാധിച്ചു കൊടുക്കാറുണ്ട് പോയിട്ട്. അതൊക്കെയാണ് നമുക്ക് അവനോടുള്ള ഒരു താല്പര്യം. തെങ്ങത്തറിയില്ല, തേങ്ങ ഇടുക, അതിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പൂക്കല മുറിക്കാനും കുരുത്തോല മുറിക്കാനൊക്കെ മേലെ കയറുന്നുണ്ട്. തെങ്ങേറ്റത്തിൽ എക്സ്ട്രീം ഉണ്ട്. തെങ്ങ് കയറി വെച്ചാൽ തെങ്ങ് ചെത്താണ്. പക്ഷെ എൻ്റെ മേമയുടെ മോൻ എന്ന് പറഞ്ഞല്ലോ, അവനോട് അതിൻ്റെ ഒരു ആഗ്രഹം അവതരിപ്പിച്ചപ്പോൾ അവൻ തെങ്ങേത്ത് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ കൈവയ്ക്കുന്ന മേഖല ഏതായിക്കോട്ടെ, അതിൻ്റെ എക്സ്ട്രീം എൻഡ്. ഇപ്പോൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ഒരു വലിയൊരു ഹോട്ടൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു തട്ടുകടയിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം എന്താണോ അത് പഠിച്ചത് എന്താണോ, നമ്മുടെ വയറ്റിൽ നിന്ന് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത്. പക്ഷെ ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്താണോ അത് നമ്മൾ സേവനമാക്കുകയും ചെയ്യണം. അതോടൊപ്പം നമ്മൾ അതൊരു വരുമാന മാർഗമാകണം. നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം വേണം. സൈക്കിൾ ചവിട്ടി പഠിക്കുന്നുണ്ട് എല്ലാവരും. അത് നമുക്ക് സേവനം, പേപ്പർ ഇടാൻ പോയിട്ടും അല്ലാതെയും പാല് സപ്ലൈ ചെയ്തിട്ടും മീൻ കച്ചവടം തുടങ്ങിയത് സൈക്കിളുമാണ്. എനിക്ക് ചെറുപ്പത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് മീൻ കച്ചവടമായിരുന്നു. അത് തുടങ്ങിയത് സൈക്കിളുമാണ്. അപ്പോൾ സൈക്കിള് അതേപോലെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കുമാണ് മീൻ കച്ചവടം പിന്നീട് ചെയ്തിരുന്നത്. പിന്നെ പോലെ ഓട്ടോറിക്ഷ, അത് നമ്മൾ ഓടിച്ച് അത് നമുക്ക് മറ്റുള്ളവർക്ക് സേവനമാണ്, ഒപ്പം തന്നെ നമ്മുടെ ജീവിതമാർഗ്ഗമാണ്. കാർ ഓടിച്ചാലും ടാക്സി ആയാലും എല്ലാം തന്നെ. കൃഷി ചെയ്യാൻ അറിയാം വളരെ ഭംഗിയായിട്ട്. നിലം ഒരുക്കിയിട്ട് അതുപോലെ ഞാറ് വിതച്ച് നട്ട് അത് കൃത്യമായിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ തെളിയെല്ലാം ചെയ്തിട്ട് സ്വയം ചെയ്യും. എല്ലാം വരമ്പ് വെച്ച് എല്ലാം സ്വയം ചെയ്യും. കൊയ്യലും മെതിക്കലും കാറ്റത്തിടലും അതേപോലെ തന്നെ ആ നെല്ല് പുഴുങ്ങി നമ്മൾ ഉണക്കി അത് ചോറാക്കും. നമ്മൾ മെഷീനിൽ കൊണ്ടുപോയി പൊടിച്ച് ചോറാക്കി അതാണ് നമ്മളെല്ലാവരും കഴിക്കുന്ന ആഹാരമാണ്. എന്ത് മേഖലയാണ് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം എക്സ്ട്രീം എൻഡ് വരെ ചെയ്യും. ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചില വിരലിൽ എണ്ണി നിൽക്കില്ല, അത്രയും പണികൾ ചെയ്തിട്ടുണ്ട് ഇന്ന കാലയളവിൻ്റെ ഉള്ളിൽ. പക്ഷെ ആ ചെയ്ത് തുടങ്ങി വെച്ചത് വളരെ ലളിതമായിട്ടായിരിക്കും. പക്ഷെ അവസാനിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ. അങ്ങാട്ട് തടത്തിൽ ശ്രീധരന്റെയും ഭാരതിയുടെയും 3 മക്കളിൽ മൂത്തവനാണ് അനീഷ്. ദരിദ്രമായ ബാല്യവും അരക്ഷിതമായ കുടുംബാന്തരീക്ഷവും അനീഷിന്റെ വിദ്യാഭ്യാസ മോഹങ്ങളെ റദ്ദു ചെയ്യുകയും ജീവിതായോധനത്തിന് നന്നേ ചെറുപ്പത്തിലെ സ്വയം തയ്യാറാക്കുകയും ചെയ്തു. ഒരു തൊഴിലിലും തളം കെട്ടാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല. വ്യത്യസ്ത മേഖലകളിലെ താല്പര്യങ്ങൾക്ക് ഏത് പ്രതികൂല അവസ്ഥയിലും ജീവിതത്തെ നേരിടാൻ മനുഷ്യന് കരുത്തേകുമെന്ന് അനീഷ് ചെറുപ്പത്തിലെ ഒരു ചെറ്റുപെര പറയില്ലോ നമ്മൾ, ഓല കഴിഞ്ഞ പെരയിൽ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നടക്കില്ല. അപ്പോൾ ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് വേണം ഉറങ്ങാനായിട്ട്. എന്നാലും ഉറങ്ങാൻ കഴിയില്ല. പാത്രമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളം വീഴുന്നിടത്ത്. ആ വെള്ളത്തുള്ളികൾ ദേഹത്ത് തെറിച്ചിട്ട് എന്നാൽ പോലും ഉറക്കാൻ പറ്റില്ലാന്ന്. ആ പെരയിൽ ഇതേപോലെ തന്നെ പെരിച്ചയും എലിയൊക്കെ മേത്തുകൂടെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സംഭവം. ചെറുപ്പകാലങ്ങളിലെ ഓർമ്മകൾ. അച്ഛൻ വളരെയധികം മദ്യപിച്ചിരുന്നു. എങ്കിൽ പോലും ആള് വളരെ ശാന്തനും നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. മദ്യപിച്ച് കഴിഞ്ഞ ആള് വീട്ടുകാരുമായിട്ട് വളരെ ഞങ്ങളെ ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്. അപ്പോൾ അതിന്നൊക്കെ വീട്ടിലെ സാഹചര്യങ്ങൾ, സാമ്പത്തിക അവസ്ഥ വളരെ വളരെ മോശമായിരുന്നു. അതിനൊരു മാറ്റം വേണം, ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തണം എന്നുള്ള ദൃഢമായ നിശ്ചയം മനസ്സിൽ
കൊണ്ടു നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകും. പാചകം എന്താ വെച്ചാല് എന്ത് കാര്യം കണ്ട് കേട്ടും പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. പൊതുവെ എന്ത് കാര്യം ഏത് മനുഷ്യനും ചെയ്യാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ഫീൽഡ് ആയിക്കോട്ടെ ഒരേ സമയം 1-2 വർക്കുകൾ ഏറ്റവും അറ്റ്ലീസ്റ്റ് ചെയ്യും. അതെന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇൻകം കൊണ്ട് അത് തരണം ചെയ്യാം. അപ്പോൾ മനുഷ്യന്മാരെല്ലാം തന്നെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പണിയാണ് അധികം ആളുകളും ചെയ്യുക. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കൽ മാത്രം. അപ്പോൾ അതിൽ നിന്ന് ഓട്ടം കുറേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിച്ചാൽ മൊത്തത്തിൽ ഇതാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം വെക്കും കാര്യങ്ങൾ ചെയ്യും. എൻ്റെ കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് ഞാനാണ് വീട്ടിൽ വന്നവർക്കും അതേപോലെ ഗസ്റ്റ് നമ്മളുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് എൻഗേജ്മെൻറ്റ് ഫുഡ് വെക്കുള്ളൂ. അത് വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് നമ്മൾ പറയല്. ബാക്കി കാര്യങ്ങളിലേക്ക് തലേദിവസം ഉറക്കം വെച്ചിട്ടും പുലർച്ചെ നേരത്തെ നീട്ടിട്ടും ബിരിയാണിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളാണ് പുറത്തുനിന്ന് ഒരാളെ വിളിക്കാതെ ചെയ്യുന്നത്. എല്ലാം കലയാണ്. പാചകമായാലും കലയാണ്, സംഗീതം കലയാണ്. തൊഴിൽ ചെയ്യുന്ന കല പോലെയാണ് കാണുന്നത്. തെങ്ങേറ്റൊരു കലയാണ്. അതെല്ലാം കലയാണെന്നാണ്. ബിസിനസ് ഒരു കലയാണ്. ഒരു കലാകാരൻ്റെ ഒരു മൈൻഡോട് കൂടി ബിസിനസ് ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് സുഖമായിട്ട് ചെയ്യും. മീൻ കച്ചവടം ചെയ്തിട്ട് എന്നിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകും. ഏതെങ്കിലും ഒരു ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല. എന്താ വെച്ചാൽ ഇനി സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ മീൻ കച്ചവടം ചെയ്തിട്ട് വരുന്നു എന്നുള്ളത് അതൊന്നുമല്ല. അത്ര ഇതാണ്. ഇപ്പോൾ സംഗീതം പഠിക്കാൻ പോകുന്നുണ്ട്, എന്നോട് പറഞ്ഞു പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അവനെന്തൊക്കെ അങ്ങനത്തെ ഒരു ഇത് നല്ലതാണ്. മാനസ ഭജരേ യദുനാഥം മാനസ ഭജരേ യദുനാഥം. ഒരാളും അയാളുടെ തൊഴിലിനാൽ മാത്രം നിർവചിക്കപ്പെടേണ്ടവനല്ല. ചിന്തയുടെയും സ്വപ്നങ്ങളുടെയും സൃഷ്ടിപരതയുടെയും ഒട്ടേറെ ഉള്ളടരുകളുണ്ട് ഓരോ മനുഷ്യാസ്തിത്വത്തിലും. സംഗീതത്തോടും അഭിനയത്തോടുമുള്ള അനീഷ് ശ്രീധരന്റെ ആഭിമുഖ്യം കേവല കൗതുകത്തിൻ്റെതല്ല. ഇദ്ദേഹത്തിന്റെ സംഗീതാഭിരുചി ആദിമമായ ചില പ്രേരണകളുടെ ആഴങ്ങളിൽ നിന്നു ഉറവയെടുത്തതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. രാജീവലോചനൻ എൻ്റെ കണ്ണൻ അമ്പാടി പൂനിലാവിൻ്റെ കണ്ണൻ മണിമുരളിക ഊതി മെല്ലെ നീ വന്നു മുന്നിൽ വന്നു. ഫ്രീ ടൈമുകളാണ് ശരിക്കും പാട്ട് പഠിക്കാൻ. മനസ്സും ശരീരവും ബാക്കിയുള്ള ടൈമുകൾ അതിനെ പ്രത്യേകം കണ്ടെത്തും. മ്യൂസിക്കാണ് നമ്മളെ ഒരു സ്വപ്നം വെച്ചാൽ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലയളവിൽ. ഇത് ഇനിയൊരു ഏജ് വന്നാൽ എൻ്റെ ത്രോട്ടിന് കാര്യങ്ങൾക്കോ പ്രായമാവും തോറും ശബ്ദത്തിന് വ്യതിയാനങ്ങൾ വരാം. അപ്പോൾ ഇനിയൊരു കാലം വെച്ചാൽ ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ പഠിച്ചെടുക്കണം. ഇനിയും വയസ്സാവുന്നേക്ക് മുന്നിൽ പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഞാൻ വക്കീൽമാരെ, ഡോക്ടർമാരെ, LIC പ്രവർത്തകരെ, ഒരുപാട് ടീച്ചേഴ്സിനെ അടക്കം ഞാൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും എനിക്ക് ഇനി നന്നാവണം എന്നുള്ള ലെവലിൽ ഇഷ്ടപ്പെടുന്ന അത്രയും പ്രയത്നം ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ്. 300-ലധികം കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നല്ല ഞാൻ കുട്ടികളോടൊക്കെ പറയാം, നമ്മൾക്കൊരു റോൾ മോഡലാണ് കേട്ടോ അനീഷേട്ടനെ കണ്ടുപിടിക്കുന്നത്. കാരണം ആകെ ചുരുങ്ങിയതൊരു 4 മണിക്കൂറൊക്കെ ഈ കുട്ടി ഉറങ്ങണുള്ളൂ ആകെ. അതിൻ്റെ ഇടയിലാണ് മീൻകൊട്ട എടുക്കാൻ പോയിട്ടുണ്ട്, അതുപോലെ എന്താണ് ട്യൂഷൻ എടുക്കാൻ പോയിട്ടുണ്ട്, പിന്നെന്താ പെയിൻറ് ചെയ്യാൻ പോയിട്ടുണ്ട്, തെങ്ങ് കയറാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ മൂപ്പര് പാട്ട് പഠിക്കാനുള്ള, അതായത് ശങ്കർ മാഷിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട് കുട്ടി, രജനി ടീച്ചറുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വന്നപ്പോഴും പറഞ്ഞ ടീച്ചറെ എനിക്ക് ഇത്ര അടുത്താണ്, ഞാൻ 10 മണിക്ക് വന്നാലും ടീച്ചർക്ക് ഒരു 1/2 മണിക്കൂർ പഠിപ്പിച്ച് തരൂ എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയത്. നന്നായി പ്രാക്ടീസ്, നല്ല സൂപ്പർ ഇതുണ്ട്. ഇത് മാത്രമല്ല കേസ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിനയിക്കാനാ. എപ്പോഴും പറയാം എനിക്ക് നല്ല പാട്ടുകാരൻ മാത്രമല്ല ടീച്ചർ, ഒരു അഭിനേതാവും കൂടി. വീട്ടിലറിയാതെയൊക്കെയാണ് ചിലപ്പോൾ ക്ലാസ്സിന് പോവുക, പഠിക്കാനൊക്കെ പോയിരുന്നത്.
അപ്പം എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് മകളുണ്ട്, ഇതൊക്കെ ഉണ്ട്, തട്ടുകടയുണ്ട്, ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴായാലും എൻ്റെ ഹസ്ബൻഡായാലും പറയും അനീഷേട്ടനെ പോലെ ആവിടാന്ന് എൻ്റെ മക്കളോട്. അത്രയും അല്ല, ആ കുട്ടിക്ക് അങ്ങനെ ഒരു, പിന്നെ നമ്മൾ പറയില്ലേ പ്രയത്നശാലിയായിട്ടുള്ള ആളെ ലക്ഷ്മി ദേവി കൈവിടില്ല. കാരണം വിഷ്ണുവിനോട് എന്ന് പറയുന്ന പോലെ അടുത്ത് ലക്ഷ്മി എപ്പോഴും ഉണ്ടാവും. അപ്പം അവൻ നന്നാവുമെന്ന് വിചാരിക്കും. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. കാലയളവിൻ്റെ ഉള്ളിൽ ആകെ 3 പ്രാവശ്യം സ്റ്റേജിൽ പാടിയിട്ടു. ഒന്നെൻ്റെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണത്തിന്, അത് കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമയം, പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം. 3 പ്രാവശ്യമാണ് സ്റ്റേജിൽ കയറിയിട്ടുള്ളൂ. സംഗീതം പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒഴിവുള്ള ഇടവേളകളിലാണ് സംഗീതം പഠിക്കാൻ പോയി കാര്യം ചെയ്യുന്നത്. വളരെ കുറച്ച് ചുരുങ്ങിയ സമയം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കാര്യങ്ങളാണല്ലോ അതിന് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു അരങ്ങേറ്റവും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതാണ് സത്യം. മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, വസിഷ്ഠവാമദേവാദിവന്ദിത. അവിശ്രാന്തമാണ് അനീഷ് ശ്രീധരന്റെ കർമ്മജീവിതം. തനിക്ക് സഞ്ചരിക്കേണ്ട ദൂരങ്ങളെക്കുറിച്ചും കയറേണ്ട ശിഖരങ്ങളെക്കുറിച്ചും വിവേകപൂർണമായ ബോധ്യങ്ങൾ സൂക്ഷിക്കുന്നു ഇദ്ദേഹം. തന്റെ ലക്ഷ്യങ്ങൾ തന്നിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അവ അപരന്റെ ജീവിതത്തിലേക്ക് കൂടി പടരുന്നതാണെന്നും ഈ തൊഴിലാളി സ്ഥിരം. ശരാശരി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 6 മണിക്കൂറെങ്കിലും ശരാശരി വിശ്രമിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഒരു 11 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ പുലർച്ചെ ഒരു 4 മണി 4:30 നീക്കും. അപ്പോൾ അങ്ങനെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യും. ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഈ പണികളിലൂടെ എല്ലാം കടത്തി ദൈവം പല മേഖലകളിലൂടെ കടത്തി വിടുന്നത് നമുക്ക് ഒരുപാട് അറിവ്, പല ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുള്ള അറിവും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് മേഖലയില്ലേ, മീൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടായിരുന്നു, സ്കൂൾ വണ്ടി ഓടിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടായിരുന്നു, തെങ്ങ് കയറുന്ന കാലത്ത് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടായിരുന്നു, പേപ്പർ ഇടുന്ന കാലത്ത് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ചെരുപ്പ് കടയിൽ പണിയെടുത്തിട്ടുണ്ട്, അപ്പോഴും ഒരുപാട് ആളുകളായിട്ട് പരിചയം ഉണ്ടായിരുന്നു. കൊള്ളിയും ബോട്ടിങ് ചെയ്യുന്ന കാലത്ത് ഒരുപാട് ആളുകളായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ഈ തട്ടുകട നടത്തിയ സമയത്ത് ഒരുപാട് ആളുകളായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അപ്പോൾ ഒരുപാട് ആളുകളുമായിട്ടുള്ളൊരു സമ്പർക്കം, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷവും എല്ലാം നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരെ ഷെയർ ചെയ്യാറുണ്ട്. മാക്സിമം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അയാളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഷെയർ ചെയ്യാറുണ്ട്. ഈ 31 വയസ്സ് എനിക്ക് ഈ കാലയളവിലായിട്ടുള്ളൂ. ഇനിയും പ്രായം, ദൈവം ആയുസ് തരികയാണെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട്. ആ സമയം കാലയളവിൽ നല്ലൊരു കലാകാരൻ, പ്രത്യേകിച്ച് ഒരു ആക്ടർ എന്ന നിലയിൽ അറിയപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടായിരിക്കാം ദൈവം ഇത്രയും ഇങ്ങനെ പല പല ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഒരുപാട് മനസ്സിലാക്കി തരുന്ന, അറിവ് എനിക്ക് തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരുപാട് പൈസ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന എൻ്റെ കുടുംബത്തെ സേഫാക്കിയതിന് ശേഷം എന്ത് വേണമെന്ന് വെച്ചാൽ സമൂഹത്തിൽ വളരെയധികം പാവപ്പെട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നത് മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാർ, അതുപോലെ അനാഥരായിട്ടുള്ള കുട്ടികൾ, മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാരെയും അനാഥരായിട്ടുള്ള കുട്ടികളെയും ഒരു കുടക്കീഴിൽ അവരെ ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇത്ര കാലത്തെ എൻ്റെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും
പക്ഷെ അത് വെറും വാക്കല്ല, അത് പ്രവർത്തിച്ച് കാണിക്കാനുള്ള കാര്യങ്ങളാണ്. അതിനു വേണ്ടി തന്നെയാണ് ഒരു സമയം പോലും റെസ്റ്റ് ചെയ്യാതെയും വളരെ ചുരുങ്ങിയ സമയം, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 4-5 മണിക്കൂർ മാത്രം ഉറങ്ങാൻ വേണ്ടി മാത്രം റെസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ സമയങ്ങളും നമ്മൾ ഫീൽഡിൽ എല്ലാ രീതിയിലുള്ള വർക്കുകളും ചെയ്ത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.